2023 ഞാൻ ഈ വീട് വെക്കാനായിട്ടുള്ളൊരു പ്ലാനിങ് മനസ്സിലുണ്ടാകുന്നത്. അപ്പോഴത്തേക്കും ഞാൻ ഒരുപാട് പേരോട് അന്വേഷിച്ചു. നമുക്ക് ഫീസിബിളായിട്ടുള്ള ഒരു ക്ലയൻറ്റ് ഉണ്ടാകണമല്ലോ. ക്ലയൻറ്റല്ല, ഒരു ഇൻറ്റീരിയർ ചെയ്യാനായിട്ട് ഒരാളുണ്ടായിരിക്കണം, നമ്മുടെ പ്ലാൻ വരയ്ക്കാനായിട്ടുള്ള ആളുണ്ടായിരിക്കണം എന്നുള്ളത് ഭയങ്കരമായിട്ടുള്ളൊരു നിർബന്ധമായിരുന്നു. പ്രത്യേകിച്ച് ഞാൻ ദുബായിൽ സെറ്റിൽഡായിട്ടുള്ള ഒരാളായതുകൊണ്ട്, ഇവിടെ നോക്കാൻ പ്രത്യേകിച്ച് ആരും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് വളരെ അപ്രോച്ചബിളായിട്ടുള്ള ഒരാൾ വേണമെന്ന് ഭയങ്കര നിർബന്ധമായിരുന്നു. അപ്പം ഞാൻ നെറ്റിൽ ഒരുപാട് സെർച്ച് ചെയ്തപ്പോൾ നമുക്ക് ഒരുപാട് കൺസ്ട്രക്ഷൻ കമ്പനീസ്, ഇൻറ്റീരിയർ ഫേംസ്, അങ്ങനെയുള്ള ഒരുപാട് പേരെ കിട്ടി. പക്ഷെ അവരിലേക്കൊക്കെ അപ്രോച്ച് ചെയ്യുമ്പോൾ എൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ എന്ന് പറയുന്നത്, നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു ഔട്ട്പുട്ട് ഉണ്ടാകുമോ എന്നുള്ളതായിരുന്നു. അതുമാത്രമല്ല, നമുക്കിപ്പം വെളിയിൽ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരുപാട് നീഡ്സ് ഉണ്ടാവും. നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ നേടണം, അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമുക്ക് ഇൻവോൾവ്മെൻറ്റ് വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുമായിരുന്നു. അപ്പോഴത്തേക്കും അങ്ങനെ ഒരു ഫേം വേണമെന്ന് എനിക്കൊരു താല്പര്യം ഉണ്ടായിരുന്നു. ഒരു ഫേം ആകുമ്പോൾ ഒരു നല്ല എക്സ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഫേം ആണോയെന്ന് താല്പര്യമില്ലായിരുന്നു. പക്ഷേ നമ്മുടെ നീഡ്സിനനുസരിച്ച്, നമ്മുടെ കാര്യങ്ങൾക്കനുസരിച്ചിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന പോലെ എൻ്റെ കൂടെ നിന്ന് ചെയ്യുന്ന ഒരാളുണ്ടാകണമെന്ന് എനിക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു. അപ്പോൾ ഞാൻ നെറ്റിൽ അന്വേഷിച്ച പോലെ തന്നെ നമ്മളെ കൂട്ടുകാരുടെ സൗഹൃദ വലയങ്ങളിലും അന്വേഷിക്കാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് ആൽസൻ്റെ നമ്പർ കിട്ടുന്നത്. എൻ്റെ സുഹൃത്ത് സുനീഷാണ് എനിക്ക് സജസ്റ്റ് ചെയ്യുന്നത് ആൽസനെ. അപ്പോൾ ഞാൻ കോണ്ടാക്ട് ചെയ്തു. എൻ്റെ മനസ്സിൽ വളരെ വേഗമായിട്ടുള്ള ഐഡിയ മാത്രമേ ഉള്ളായിരുന്നു. ഞാൻ കോണ്ടാക്ട് ചെയ്തു. ആൽസനുമായിട്ട് എൻ്റെ ഐഡിയാസ് ഞാൻ ഷെയർ ചെയ്തു. എനിക്ക് ഇങ്ങനെയൊക്കെയാണ് എൻ്റെ സ്വപ്ന ഭവനം, ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ള ആഗ്രഹങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. പറഞ്ഞ ആ സമയത്ത് തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസാണ് എനിക്ക് കിട്ടിയത്. വളരെ നമ്മുടെ ഒരാളുടെ സ്വപ്നത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ഒരു ഡിസൈനറിൻ്റെ ലെവലിൽ നിന്ന് ചെയ്യണം എന്നുള്ള രീതിയിൽ വളരെ പോസിറ്റീവായിട്ടുള്ള അപ്രോച്ച്, വളരെ എന്താ പറയുന്ന സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് ഉണ്ടായത്. അന്ന് 2023 ഏർലി സ്റ്റേജിലാണ് ഞാനിത് പ്ലാൻ ചെയ്യുന്നത്. അപ്പം അന്ന് തൊട്ട് എനിക്ക് തന്നൊരു സപ്പോർട്ട് ആൽസൺ, ഈവൻ എൻ്റെ ഹൗസ് വാമിങ് വരെ കണ്ടിന്യൂ ചെയ്തു എന്ന് പറയുന്നത് എനിക്ക് വളരെയധികം എന്താണ് പറയുക, സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു മൂമെൻ്റാണ്. കാരണം ഒരു പ്രവാസി എന്ന നിലയ്ക്ക് നമ്മൾ ഒരുപാട് സ്ട്രഗിൾസ് ഫേസ് ചെയ്യും ഒരു വീടിൻ്റെ കൺസ്ട്രക്ഷൻസിൽ. ഈവൻ സിമ്പിൾ തിങ്സ്, നമ്മളൊരു വീട് ചെയ്യുമ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നമുക്ക് എന്താണ് വളരെ ഭംഗിയാക്കണം എന്നുള്ളൊരു ചിന്താഗതി ഉണ്ടാകും. അപ്പം അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടാകുമ്പോഴത്തേക്കും ചില കാര്യങ്ങൾ ഞാനൊരു ഫേമിനെയും അങ്ങനെ ആയിട്ട് പറയുകയല്ല, ചില വലിയ വലിയ ഫേംസ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ അവരെ ഏൽപ്പിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകും. അവർ ചിലപ്പോൾ പറയും അങ്ങനെയുള്ള കാര്യങ്ങളിൽ അത് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള സാറേ, ഞങ്ങളുടെ അത് ഇതിൽ എന്താണ് കൊട്ടേഷനിൽ വരില്ല, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആൽസനെ ഏൽപ്പിച്ച ഒരു കാര്യം അത് വളരെ ഭംഗിയായിട്ട്, അതായത് എൻ്റെ മൈന്യൂട്ടായിട്ടുള്ള ഒരു കാര്യങ്ങൾ പോലും, അതായത് ഈവൻ കളർ ഡിസൈൻസ് ആണെങ്കിലും, എൻ്റെ എന്താണ് പറയുന്നത് ടെക്സ്ചർ വർക്കിൻ്റെ ഡിസൈൻസ് ആണെങ്കിലും, വേറെ എന്തെങ്കിലും ആണ്, ഈവൻ ആൽസൻ്റെ പരിധിയിൽ വരാത്ത കാര്യങ്ങൾ വരെ വളരെ ഭംഗിയായിട്ട് ചെയ്തു തന്നു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യം. പിന്നെ വേറെ സംഭവം എന്ന് വെച്ചാൽ ഏത് സമയവും അപ്രോച്ചബിളാണ്. ഞാൻ അവിടെ വർക്ക് ചെയ്യുന്ന എൻ്റെ വർക്കിംഗ് ടൈം അനുസരിച്ചിട്ട് ഞാൻ ഫ്രീ ആകുന്ന ടൈം എന്ന് വെച്ചാൽ അവിടുത്തെ ഒരു 10 മണിയായിരിക്കും. അപ്പോൾ ഇവിടുത്തെ ഏകദേശം ഒരു 11:30 ആവും. ആ സമയത്ത് പോലും ഞാൻ വിളിച്ച് എൻ്റെ ഓരോ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോഴും എന്നോട് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു മെൻറ്റാലിറ്റിയോടുകൂടി പറഞ്ഞു എന്നുള്ള കാര്യം എനിക്ക് അപ്പോഴും ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഏറ്റവും അധികം എന്താണ് പറയുന്നത് സാറ്റിസ്ഫാക്ഷൻ തരുന്നൊരു മൂമെൻറ്റ്സാണ്. ആ മൂമെൻറ്റ് ആൽസൺ എന്ന് പറയുന്ന ആർക്കിടെക്റ്റ് അല്ലെങ്കിൽ വ്യക്തി അല്ലെങ്കിൽ അവരുടെ ഫേം വേറെയുള്ള ക്ലയൻസിലേക്കും ഒരുപാട് ദൂരം അത് മുന്നോട്ട് പോകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം വെച്ചാൽ ഒരാളുടെ സ്വപ്നമാണ് വീടെന്ന് പറയുന്നത്. ആ സ്വപ്നത്തിലേക്ക് അയാളെ നയിക്കുക എന്ന് പറയുന്നത് നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരാണ്. പ്രത്യേകിച്ചും നാട്ടിലില്ലാത്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൂടെ ഇല്ലാത്ത ആൾക്കാരാണ്, അവർക്കൊരിക്കലും പരിചയമില്ലാത്ത, പേഴ്സണലായിട്ട് പോലും അറിയാത്ത ആൾക്കാരാണ് അവരുടെ ആ സ്വപ്നത്തിന് വേണ്ടി നിലനിൽക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു കാര്യത്തിൽ എൻ്റെ വീടിനേക്കാൾ ഉപരി സ്വന്തം വീടെന്ന് കരുതി വർക്ക് ചെയ്തിട്ടുള്ളവരാണ് ഇവിടെ എല്ലാവരും.
അപ്പം അതിൽ ആൽസൺ ഒരു മേജറായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുണ്ട്. അതിൽ ഞാൻ എന്നും കടപ്പെട്ടിരിക്കുന്നു. എനിക്ക് ഒരുപാട് എന്താ പറയുന്നത്, നന്ദിയുണ്ട്. ഒരുപാട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. ആ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഇതുപോലും എനിക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം, അതായത് ഞാൻ ഇവിടെ ഇല്ലാത്തപ്പോൾ എൻ്റെ ഒരു സഹോദരൻ ഉണ്ടെങ്കിൽ ഞാനത് ചോദിച്ച് വാങ്ങിക്കുന്ന ഒരു കാര്യം പോലെ. അതായത് പറയുകയാണ്, എനിക്ക് ഇന്ന ഡിസൈൻ അല്ല വേണ്ടത്, എനിക്ക് വേറൊരു ഡിസൈൻ വേണം, അല്ലെങ്കിൽ എൻ്റെ കൺസെപ്റ്റിനനുസരിച്ചിട്ടുള്ള ഒരു ലൈറ്റ് അല്ല എനിക്ക് കിട്ടിയത് എന്ന് പറയുമ്പം അത് കുഴപ്പമില്ല സാറേ, ഞാനത് അറേഞ്ച് ചെയ്ത് തരാം എന്ന് പറഞ്ഞ് എനിക്ക് വേണ്ടി അത്രയും അധികം ഒരു സ്വന്തം വീട് പോലെ ചെയ്തതാണ് ആൽസൺ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഒരു വ്യക്തി, അങ്ങനെ ഒരു ഫേം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കിട്ടിയൊരു ഭാഗ്യമാണ് എന്നേ ഞാൻ പറയുള്ളൂ. അതിൽ ഞാൻ ആൽസനോട് വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. ഒരുപാട് നന്ദി പറയുന്നു. ഇനിയും ഇതുപോലുള്ള ആൾക്കാരെ, ക്ലയൻസിനെ ആൽസന് കിട്ടട്ടെ, ഒരുപാട് പ്രോജക്റ്റ് കിട്ടട്ടെ. അതിലുപരി ഭംഗിയായിട്ട്, ഇതിനേക്കാൾ ഭംഗിയായിട്ട് ഇതെല്ലാം ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ വളരെയധികം ഹൃദയത്തിൽ നിന്ന് ആശംസിക്കുന്നു. കാരണം എൻ്റെ വീട് കാണുമ്പോൾ അത്രയധികം ആൾക്കാരാണ് എന്നോട് ആ ഒരു പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് പറഞ്ഞത്. ഇതുപോലൊരു ഇൻറ്റീരിയർ ചെയ്ത് ആരാണ് ഇത്രയും അധികം ഭംഗിയായിട്ടൊരു ഇൻറ്റീരിയർ ചെയ്തതെന്നാണ് എന്നോട് പറയുന്നത്. അപ്പം വലിയൊരു ഫേം അല്ല എന്നുള്ളത് എല്ലാവർക്കും ആൽസൺ ആ ഒരു ഉന്നതിയിലേക്ക് ഉയരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അത്രയും വലിയൊരു ഫേം അല്ല, ഞാനത് കൊടുക്കുമ്പോൾ വളരെ ചെറിയൊരു ഫേമായിട്ട് ഓപ്പൺ ആകുന്നേ ഉള്ളൂ. ആൽസൻ്റെ ഫേം ഒരുപാട് ഉയരത്തിൽ പോകട്ടെ എന്ന് ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് പൂർണ്ണ തൃപ്തിയോടെ ആഗ്രഹിക്കുന്നു. ഒരുപാട് ഉയരങ്ങളിലേക്ക് വരട്ടെ. ഒരുപാട് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ക്ലയൻസ്, എന്നെപ്പോലുള്ള ഒരുപാട് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ക്ലയൻസ് ഉണ്ടാകട്ടെ എന്ന് ഞാൻ എൻ്റെ മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുന്നു.